ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ചേർത്തലയിലെ ആർത്തുങ്കൽ ചർച്ചിലേക്കാണ്. എൻ്റെ സ്വന്തം നാടാണ്, ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. വീട്ടിൽ നിന്നൊരു 10 മിനിറ്റ് ഉള്ളൂ പള്ളിയിലേക്ക്. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും പോകാറുണ്ട്, പക്ഷേ വിച്ചു ഒന്നും അങ്ങനെ വരാറില്ല. വിച്ചുവൊക്കെ പെരുന്നാൾ വരുന്ന ആ ഒരു സമയത്താണ് കൂടുതലും വരുന്നത്. ആ സമയത്തൊക്കെ തിരക്കായതുകൊണ്ട് നമ്മൾ അകത്തോട്ടൊന്നും അങ്ങനെ കയറാറില്ല കേട്ടോ. പള്ളിയിൽ വരും, ബീച്ചിൽ വരും, പോകുന്നല്ലാണ്ട് അകത്തോട്ടൊന്നും അങ്ങനെ കയറാറില്ല. അപ്പോൾ വിച്ചു ഇന്ന് ഓഫാണ്, മൺഡേ ആണ്. അപ്പോൾ പിന്നെ നമ്മൾ തിരക്കുണ്ടാവാത്തൊരു ദിവസം ആയതുകൊണ്ട് അങ്ങനെ നോക്കി ഇറങ്ങിയതാണ് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ചേർത്തല ആലപ്പുഴ ബീച്ച് റൂട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചേർച്ച് എത്തി, നമുക്കിനി അകത്തെ കാഴ്ചകൾ കാണാം. നമ്മളിപ്പോൾ കാണുന്നത് 1967 പൂർത്തീകരിച്ച പുതിയ ദേവാലയമാണ്. ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് ഇവിടുത്തെ തിരുനാൾ തന്നെയാണ്. ജാനുവരി 10 തൊട്ട് 27 വരെയാണ് പെരുന്നാൾ വരുന്നത്. നാനാ മതത്തിൽ നിന്നുള്ള എല്ലാവരും പെരുന്നാൾ കാര്യമായിട്ട് തന്നെ ആഘോഷിക്കാറുണ്ട്. ഹലോ ഗായ്സ്, അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന ആർത്തുങ്കൽ ചർച്ചിന്റെ ഫ്രണ്ടിലാണ്. ഉച്ച സമയമാണ്, ഏകദേശം ഒരു 2 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കുർബാനയൊക്കെ കഴിഞ്ഞു, വലിയ തിരക്കൊന്നുമില്ല. അപ്പൊ നമുക്ക് പള്ളിയിലോട്ട് പോവാം, വാ. ഇതൊക്കെ വന്നിട്ട് നമ്മളുടെ യേശുവിന്റെ ജനനം മുതൽ ഉയർപ്പ് വരെയുള്ള ഇവന്റ്സ് ഒക്കെ നമ്മളിങ്ങനെ സ്റ്റാച്ചു ആക്കി വെച്ചേക്കുന്നതാണ്. 20 സ്റ്റാച്യൂസ് ഉണ്ട് കേട്ടോ, പള്ളിയുടെ ചുറ്റുമായിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം, വാ. ഇതിപ്പോ പള്ളിയുടെ പാർക്കിംഗ് കേട്ടോ. ഇവിടെ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്, കാരണം അത്യാവശ്യം തിരക്കുള്ള ചർച്ചാണ്, ബസിലിക്ക ചർച്ചാണ്. അപ്പൊ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ പള്ളിയുടെ അകത്തും ചിലപ്പോൾ തിരക്കായിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും കയറി നോക്കാം. ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേങ്കിലും മഴയൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു വെല്ലാണ്ടൊക്കെ കിടക്കുക. പക്ഷെ നന്നായിട്ട് ഗാർഡനിങ് ഒക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഈ ഇന്റർലോക്ക് ഒക്കെ റീസെന്റ് ഇട്ടിട്ടുണ്ട്. റീസെന്റ് വെച്ചാൽ ഒരു 6 ഇയേഴ്സിനകത്ത് ഇട്ടിട്ടുള്ളതാണ്. ഒത്തിരി പഴകിയിട്ടൊന്നുമില്ല. ഇപ്പൊ കുറേയൊക്കെ പള്ളി റെനോവേറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പേരക്കമരമൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, കുറേ ചെടികളൊക്കെ ഉണ്ട്. വൈബാണ് കേട്ടോ, നല്ല ഒരു പ്രത്യേക രസമാണ്. പള്ളിയുടെ അകത്ത് ഭയങ്കര സൈലൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ക്യാമറ അലൗഡ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ആണെന്നുണ്ടെങ്കിൽ ആ വിഷ്വൽസ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പോൾ പള്ളിയുടെ അകത്താണെന്നുണ്ടെങ്കിൽ തന്നെ 2 സൈഡിലും കുറേ പെയിൻറ്റിങ്സ് ഒക്കെ, വളരെ ഭംഗിയുള്ള കുറേ പെയിൻറ്റിങ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വുഡ് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ആർക്കിടെക്ചറൊക്കെ ചെയ്തിരിക്കുന്ന വുഡ് ഫിനിഷിലാണ്. ഭയങ്കര രസമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റിനോവേറ്റ് ചെയ്തിട്ടുള്ള ഓൾട്ടർ. കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള ഓൾട്ടർ ഇതായിരുന്നില്ല. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ദിവ്യബലിയൊക്കെ സ്വീകരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ അകത്താണെങ്കിൽ തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ഇനി നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം. പള്ളിയുടെ റൈറ്റ് സൈഡിലായിട്ട് വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ രൂപം കപ്പലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പഠിക്കുന്ന സമയം തൊട്ടുള്ള കേട്ടോ, ഒരു 10-15 വർഷമായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പഠിക്കുന്ന സമയത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്വേറിയം പോലെ ആയിരുന്നു, താഴെ മീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോൾ മെയിൻ്റനൻസിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും ഇപ്പോൾ നിലവിൽ മീനുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ കയറി ഒന്ന് പ്രാർത്ഥിച്ചു. നമ്മളുടെ പുറകിലായിട്ട് കാണുന്നതാണ് പഴയ ചർച്ച്. പുതിയ ചർച്ച് വന്ന സമയത്ത് നമ്മുടെ പഴയ ചർച്ച് പൊളിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല, റിനോവേറ്റ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടുത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് കാണാം. 1581 പോർച്ചുഗീസുകാരുടെ സഹായത്തോടെയാണ് ഇവിടെ ആദ്യത്തെ ക്രിസ്ത്യൻ ദേവാലയം വരുന്നത്. അപ്പൊ അതാട്ടോ നമ്മുടെ ഈ ചർച്ച്. വാ. ഇവിടെ ദേവാലയത്തിനകത്ത് നമുക്ക് ക്യാമറ അലൗഡ് അല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഷോർട്സ് ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. എടുത്തത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ്. നമ്മൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ആർത്തുങ്കൽ പള്ളി ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. കാരണം അത്രയും പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് അത്രയും ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പതുക്കെ പുറത്തോട്ട് ഇറങ്ങി. പഴയ പള്ളിയിൽ ഒത്തിരി പെയിൻറ്റിങ്സ് പുതിയ പള്ളിയിലെ പോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഒരു പഴമ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. പഴയൊരു ടച്ച് എല്ലായിടത്തും ഉണ്ട്. നമുക്ക് ഇരുന്ന് ധ്യാനിക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് പഴയ പള്ളിയുടെ പുറത്തുനിന്നുള്ള വ്യൂ ആണ്. പഴയ പള്ളിയുടെ പിൻവശത്തായിട്ടാണ് നമുക്ക് പള്ളി സിമിത്തേരി വരുന്നത്. ഇതിപ്പോൾ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു
1/2 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ കേട്ടോ ആർത്തിങ്കൽ ബീച്ചിലോട്ട്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അവിടെ ടച്ച് ചെയ്ത് പോവാം. ഇതിപ്പോൾ നമ്മൾ പള്ളീൻ്റെ ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാൻ പറ്റും ഒത്തിരി വിശ്വാസികൾ വരുന്നതാണ്. പക്ഷെ അത്രയും ക്ലീൻ ആയിട്ടാണ്, നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഏകദേശം 3 മണി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ തീരെ തിരക്കില്ല കേട്ടോ. 5 മണി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുർബാന സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തൊക്കെ കയറി ഷൂട്ട് ചെയ്യാം, ഫോട്ടോസ് ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ടാണ് വരുന്നതെങ്കിൽ 5 o'clock ആ ഒരു ടൈമിൽ വരിക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3 ആ ഒരു ടൈമിൽ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് അകത്ത് കയറി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും പറ്റില്ല കേട്ടോ. കാരണം തിരക്കാകുമ്പോൾ അതൊന്നും അലോ ചെയ്യത്തില്ല. ഇപ്പൊ വലിയ പ്രശ്നമില്ല, നമുക്ക് അത്യാവശ്യം ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റിയെന്നാണ് തോന്നുന്നത്. അപ്പൊ നമുക്കിനി ബീച്ചിലോട്ട് പോവാം. ബാ. ഇപ്പൊ ഫുഡ് കഴിക്കണമെങ്കിൽ തന്നെ നമുക്കിവിടെ ക്യാൻറ്റീൻ ഫെസിലിറ്റി ഒക്കെ അവൈലബിൾ ആണ്. സീ ഫുഡ് റെസ്റ്റോറന്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരിക്കും കിട്ടുന്നത്. പള്ളിയുടെ അകത്ത് തന്നെ, കോമ്പൗണ്ടിനകത്ത് തന്നെയുള്ള ഫെസിലിറ്റി ആണ്. അപ്പൊ നമുക്കത് ചൂസ് ചെയ്യാം. അപ്പൊ നമ്മള് പള്ളിയിൽ നിന്ന് ബീച്ചിലോട്ട് ഇറങ്ങിട്ടോ. ഞാൻ ഇവിടെ ആട്ടോ പഠിച്ചതൊക്കെ. പെട്ടെന്ന് കണ്ടപ്പോ ഒന്ന് പറയണമെന്ന് തോന്നി. ക്ലാസ് ഉള്ള ദിവസമാണ്. ഇത് പഴയ ബിൽഡിംഗ് ആട്ടോ. ഇപ്പുറത്തായിട്ടാ പുതിയ ബിൽഡിംഗ് വരുന്നത്. അവിടുത്തെ തന്നെ ചെറിയ കുരിശടി ആട്ടോ. ആർത്തിങ്കൽ പള്ളിയുടെ കുരിശടിയാണിത്. ഇപ്പൊ നേർച്ചയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് ആയിരിക്കും. ഇവിടുന്ന് പള്ളിയിലോട്ടാണ് പെരുന്നാൾ സമയങ്ങളിലൊക്കെ നേർച്ചയൊക്കെ തുടങ്ങുന്നത്. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ബീച്ചിലുള്ള തിരക്കൊന്നും ഉണ്ടാവില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് നമ്മൾ വേഗം പോരുക, നിൽക്കുന്നൊന്നുമില്ല. ഈ കാണുന്നൊക്കെ ഉണക്കമീനൊക്കെ വെക്കുന്ന കടകളാട്ടോ. നല്ല ഫ്രഷ് മീനോടെ കിട്ടും. പക്ഷേ ഷോപ്പെല്ലാം അടച്ചിട്ടേക്കുവാ. എനിക്കറിയത്തില്ല ഇന്ന് എന്താ അടച്ചിട്ടേക്കുന്നതെന്ന്. ഒന്നും തുറന്നിട്ടില്ല. 1-2 ഷോപ്സ് അവിടെ തുറന്നിട്ടുണ്ട്, അത്ര തന്നെ. ചിലപ്പോൾ വീക്കെൻഡ് അല്ലാത്തതുകൊണ്ടായിരിക്കും. ബീച്ചിന്റെ 2 സൈഡായിട്ടും കുറെ കാറ്റാടി മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 2 സൈഡിലും അത്യാവശ്യം തണലും കിട്ടും. വൈബാണ്. ഇന്നലെ നമ്മൾ ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടൊരു സൺസെറ്റ് ടൈമിലൊക്കെ വരുന്നെങ്കിൽ വെള്ളമൊക്കെ അടുപ്പിച്ചിട്ട് നമുക്ക് മീനൊക്കെ ഇവിടുന്ന് പൊന്തുകാരുടെ നിന്ന് മീനൊക്കെ വാങ്ങിട്ട് പോകാൻ പറ്റും കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം വന്നപ്പോൾ അങ്ങനെ വാങ്ങിട്ട് പോയി. നല്ല ഫ്രഷ് മീൻ കിട്ടും. വലിയ വില ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഒന്നും തന്നെ ഇല്ല. കുറച്ച് കപ്പിൾസ് മാത്രമേ ഉണ്ട് ഗൈസ്. കുറച്ച് കപ്പിൾസ്, ഒരു കപ്പിൾ അവിടെ നിൽക്കുന്നു, ഒന്ന് അവിടെ നിൽക്കുന്നു. കുറച്ച് കപ്പിൾസ് മാത്രമുണ്ട്. അല്ലാണ്ട് ഫാമിലി ഒന്നും ഈ ടൈമിൽ ഉണ്ടാകത്തില്ല. നമ്മൾ തന്നെ ഈ ടൈമിൽ വരത്തില്ല. വ്ളോഗ് എടുക്കേണ്ടതുകൊണ്ട് ജസ്റ്റ് ആരും ഉറങ്ങുന്ന സമയത്ത് വന്നതാണ്. അല്ലെങ്കിൽ നമ്മളും വരത്തില്ല. വൈകിട്ടൊക്കെ അല്ലേ രസം. ഇപ്പൊ വലിയ വെയിലില്ലെങ്കിൽ ഇതിന് അത്യാവശ്യം ചൂടുണ്ട്. അയ്യോ അയ്യോ, ഇവിടെയൊക്കെ തിര വന്നിട്ട് ഇടിഞ്ഞിടക്കട്ടെ. ഇത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പൊ തിര വന്ന് അത്യാവശ്യം മണ്ണൊക്കെ നന്നായിട്ട് ഇടിഞ്ഞ് വല്ലാണ്ട് കിടക്കുക. നമുക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങി പോയത്. ഇങ്ങനെ മുകളിലും താഴെയായിട്ടല്ലായിരുന്നു കിടന്നിരുന്നേ. പക്ഷെ നല്ല തിരയുണ്ട് കേട്ടോ. നമ്മൾ വന്നാലും ബീച്ചിൽ അങ്ങനെ ഇറങ്ങാറില്ല. നല്ല തിരയുണ്ട്. ഹാർബർ അതാട്ടോ ആർത്തിങ്കൽ ഹാർബർ. ആ കാണുന്നതാണ്. തീരെ തിരക്കില്ല. വളരെ കുറച്ച് കപ്പിൾസും കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പിള്ളേർ സെറ്റ് അങ്ങനെ വന്നിട്ടുണ്ട്, അത്ര തന്നെ. ഇനിയിപ്പോ ആർത്തിങ്കൽ പള്ളിയിൽ വരുന്ന, പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ബീച്ച് ടച്ച് ചെയ്തിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ തീരദേശ പ്രദേശം ആയതുകൊണ്ട് തന്നെ കൂടുതലും മത്സ്യത്തൊഴിലാളികളൊക്കെയാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.